ലോകത്ത് അള്ളാഹനെ മാത്രം ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ച ആദ്യത്തെ ഭവനം, ലോകത്തെ ഏറ്റവും മുന്തിയ ബർക്കത്തുള്ള ഭവനം. അവിടെ ആ മോമിനിങ്ങൾക്ക് പ്രവേശനമല്ല, ഓലെ തടയ. ആര്? മക്കത്തുള്ള മുശ്രിക്കുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഉള്ളവരെ മോമിനിങ്ങളെ പുറത്താക്കുക, അവിടെ സുജൂദ് ചെയ്യാൻ പറ്റൂല എന്ന് പറയാം, അവിടെ ശിർക്ക് ചെയ്യണമെന്ന് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ്റൂല, അള്ളാഹ് മാത്രമേ ആരാധനയുള്ളൂ എന്നുള്ളത് പറ്റൂല. അള്ളാഹിനെ ആരാധിക്കണം, ബിംബങ്ങൾ എന്താക്കണം, അതാണ് ശിർക്ക്. അള്ളയുണ്ട്, ബിംബങ്ങളുണ്ട് എന്ന് പറയാം. എന്താ ബന്ധം എന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട തഫ്സീറിൽ പറയാണ്, ഹാദാ ഫീ തഖരീഉം വ തൗബീഹുൻ ലിമൻ, ഭയങ്കരമായ മുന്നറിയിപ്പും ഭീഷണിയും താക്കീതുമാണ് ചില ആളുകൾക്ക്. അബദ ഗൈറല്ലാഹി, അള്ളാഹ് അല്ലാത്തതിനെ ആരാധിക്കുന്ന ആളുകൾ. വ അഷ്റക ബി, അള്ളാഹിനെ കൊണ്ട് ഷിർക്ക് ചെയ്യുകയും ചെയ്ത ആളുകൾ. ഷിർക്ക് പറഞ്ഞാൽ കൂറ് എന്നാണ്. അപ്പോൾ അള്ളാഹിനോട് കൂറാക്കുക, പങ്കു ചേർക്കുക. അങ്ങനത്തെ താക്കീതാണ്. മിൻ ഖുറൈഷ്, അതാരായിരുന്നു? ഖുറൈശികൾ. എവിടെയാണത്? ഫിൽ ബുഖൈതി, ഒരു സ്ഥലത്ത്. ഏതാണ് ആ സ്ഥലം? അല്ലതി ഉസ്സിസത്ത് മിൻ അവ്വലി യൗമിൻ അലാ തൗഹീദില്ലാഹി, ആദ്യ നാളിൽ തന്നെ അടിത്തറയിടപ്പെട്ടതാണ് അലാ തൗഹീദില്ലാഹി, അള്ളാഹിനെ ഏകനായി ആരാധിക്കാൻ. ഷിർക്കൊന്നുമില്ലാത്ത നിഷ്കളങ്കമായി അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി അടിത്തറയിടപ്പെട്ട ദുനിയാവിലെ ആദ്യത്തെ സ്ഥലത്ത് വെച്ചിട്ടാണ്. വഹ്ദഹു ലാ ശരീക വ ഇബാദത്തിഹി വഹ്ദഹു ലാ ശരീക ലഹ്, അള്ളാഹിനെ ആരാധിക്കാൻ ഏകനായ നിലയിൽ ഒരു പങ്കാളിയുമില്ല. ആ നിലയിൽ അള്ളാഹു തആലയെ ആരാധിക്കാൻ വേണ്ടി അടിത്തറ പാകപ്പെട്ട അവൽ ദിവസം തന്നെ, ആദ്യ നാളിൽ തന്നെ അടിത്തറയിടപ്പെട്ട പവിത്രവും പരിശുദ്ധവുമായ ആ സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യുന്നു? ശിർക്ക് ചെയ്യുന്നു. അപ്പോൾ ഫദക്കറ തആല, അള്ളാഹ് പറയാണ്, അന്നഹു ബവ്വഅ ഇബ്രാഹിമ മക്കാനൽ ബൈത്തി, അള്ളാഹു തആലയാണ് ഇബ്രാഹിം നബിക്ക് ആ സ്ഥാനം നിർണ്ണയിച്ചു കൊടുത്തത്. അള്ളാഹു തആലയുടെ വിശുദ്ധ ഗേഹത്തെ നിർമ്മിക്കാനുള്ള സ്ഥാനം ഏതാണെന്ന് നബിക്ക് അറിയിച്ചു കൊടുത്തത് ആരാണ്? അള്ളാഹു തആലയാണ് എന്ന് ഒന്ന്. മാത്രമല്ല, വ അദിന ലഹു ഫി ബിനായി, ആ മന്ദിരം നിർമ്മിക്കാനുള്ള അനുമതി ഇബ്രാഹിം നബിക്ക് നൽകിയതും ആരാണ്? അള്ളാഹു തആലയാണ്. അതാണ് ഇവിടെ പറയണത്. ഇബ്രാഹിം നബിക്ക്. പിന്നെ ഇവിടെ വേറൊരു ചർച്ച പറയുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ പറയാം. ഭാരത്തുല്ല ഇബ്നു കത്തീർ തങ്ങൾ പറയണത്, ഈ ആയത്തിൽ നിന്ന് ചിലരൊക്കെ എങ്ങനെ ഒരു തെളിവ് പിടിച്ചിട്ടുണ്ട്, ആദ്യമായിട്ട് കഅബ നിർമ്മിച്ചത് ആരാണെന്ന്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് എന്ന്. ആദ്യമായിട്ട് നിർമ്മിച്ചതാണ്. മറ്റൊരു വാദം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നിർമ്മിച്ചത് ആരല്ല? ഇബ്രാഹിം നബി അലൈഹി സ്വലാമല്ല. ആദ്യം മലായിക്കത്തുകൾ നിർമ്മിച്ചിരുന്നു, പിന്നെ ആദം നബി നിർമ്മിച്ചിരുന്നു, പിന്നെ അങ്ങനെ കുറേ നിർമ്മാണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുള്ള തൂഫാനിലും പ്രളയത്തിലും അതാകെ നശിപ്പിക്കപ്പെട്ടപ്പോൾ പിന്നെ അതിനെ പുനരുദ്ധരിച്ചത് ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. അന്ന് ആ സ്ഥാനം നിർണ്ണയിച്ചു കൊടുത്ത കാര്യമാണ് ഈ പറഞ്ഞതാണ് വലിയൊരു വിഭാഗം പറയണത്. അതാണ് ശരി, അതാണ് ശരി എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ശരി, നമ്മളൊക്കെ അതാണ് നിൽക്കുന്നത്. ഉയർത്തപ്പെട്ടതാണ്. അങ്ങനെ അതിന് ശേഷം പിന്നെ ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല ആ സ്ഥാനമൊക്കെ നിർണ്ണയിച്ചു കൊടുത്തു. ഇന്ന സ്ഥലത്താണ് ഉണ്ടാക്കേണ്ടത് നിർണ്ണയിച്ചു കൊടുത്തു. മലായിക്കത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇബ്രാഹിം ആദം നബി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഖുറൈശികളുടെ കാലത്ത് റസൂലുള്ളാഹിക്ക് ഒരു 35 വയസ്സുള്ള കാലത്ത് ഇതിനൊരു അപകടം പറ്റിയിട്ട് അന്നൊരു പുനരുദ്ധാരണം നടന്നിട്ടുണ്ട്. അതാണ് ഇപ്പോഴുള്ള രൂപം. കഅബയുടെ ഇപ്പോഴുള്ള രൂപം, 4 മൂലമായിട്ടുള്ള രൂപം അതാണ്. ഇങ്ങനത്തേത് ഇബ്രാഹിം നബി ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെയാണ്. ഇവിടെ ഇജർ ഇങ്ങനെ അങ്ങോട്ടുള്ള അതുണ്ടായിരുന്നു. ഇജർ ഇസ്മായിൽ ഉണ്ടല്ലോ, അതും കഅബയാണ്. ഖുറൈശികൾക്ക് എന്തോ ഇങ്ങനെ ഉണ്ടാക്കാനാണ് തോന്നിയത്, ഇതുവരോട് അങ്ങനെ തന്നെ നിർത്തി. അതുകൊണ്ട് നമ്മളൊക്കെ കഴിച്ചിലായി. മനസ്സിലായോ? എന്താ? അതല്ല കഅബൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ പറ്റും. കഅബൻ്റെ ഉള്ളിൽ അവിടെ മന്ത്രിമാർക്ക് കയറി, പണ്ട് അഹമ്മദ് സാഹിബ് കയറി എന്നൊക്കെ പറഞ്ഞാണ്ട് പേപ്പറിലൊക്കെ വരലില്ല നിങ്ങൾ. അതിലൊന്നും ഒരു പുതുമില്ല, നമ്മളൊക്കെ കയറുന്നുണ്ട്. ഇസ്മായിലിൻ്റെ അതിലാണ് ആ സ്വർണ്ണപ്പാത്തിയൊക്കെ ഉള്ളത്. ഇജാബത്തിൻ്റെ വലിയ സ്ഥലമാണ്. അത്ര അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കഅബൻ്റെ ഉള്ളിലാണത്. ഈ പാവപ്പെട്ട നമുക്കൊക്കെ കൂടെ പോകാനൊക്കെ പറ്റിയില്ലേ? സുബി അവിടെ കയറിയില്ലേ? സ്കെച്ചില്ലേ?
ഇപ്പൊക്കെ ഭയങ്കര ടൈറ്റ് ആയിനോടൊക്കെ പണ്ടൊക്കെ വളരെ ഇപ്പോൾ കുറച്ച് പ്രശ്നമാണെന്ന് കേൾക്കുന്നുണ്ട്. ഇന്നാളിപ്പോൾ ഞാൻ പോയെന്നാൽ ഭാഗത്തേക്കിനെ നോക്കിയിട്ടില്ല, രണ്ടോ ഒന്നര ടൈമും ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു കുടുങ്ങിയ സമയത്തായിരുന്നു. ആയ സ്ഥാനത്ത് നമ്മളൊക്കെ അച്ഛനും പോയെന്നൊക്കെ വളരെ അവൻ്റെ റബ്ബേ എത്രങ്ങാനും സമയമാണ് അവസരങ്ങളാണെന്നൊക്കെ ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും. ഇപ്പോൾ ഭയങ്കര ആളായി, ഭയങ്കരമായിട്ട് ആളാണ്. അങ്ങനെ ആവട്ടെ, അവിടെ അങ്ങനെയാണ് വേണ്ടത്. ആളെ കുറക്കുന്നുണ്ട്. ആളുകൾക്കൊക്കെ എല്ലാവരും മനസ്സും അവിടെ ആളും തിരക്കൊക്കെ ഉണ്ട് പറയുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാ എന്നാണ്. അത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു പ്രാർത്ഥന തന്നെയാണ്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ ഫജ്ൽ അഫിദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിന സമറാത്ത് ലഅല്ലഹും യഷ്കുറൂൻ. അങ്ങനെയാണ് ആയത്ത്. അള്ളാഹുവേ ലോകത്തിൻ്റെ ഒക്കെ മനസ്സ് അവരിലേക്ക് ഇങ്ങോട്ട് ആകർഷിപ്പിക്കണമേ എന്ന്. ഹാജർ ബീവിനെയും ചോര പൈതലിനോട് ആക്കിയിട്ട് ഇപ്പോൾ പോവാണ്. ആ സമയത്ത് അള്ളാഹിനോട് ദുആ ചെയ്യാണ്. ഓരോടൊന്നും പറഞ്ഞൊന്നുമില്ല, അവിടെ ഇരുത്തിയിട്ടാണ് പോവാണ്. ഇബ്രാഹിം നബി വലിയ പ്രശ്നമൊന്നുമില്ല. അള്ളാഹിൻ്റെ മേൽ തവക്കുലാണ് ഈ മുഅ്മിനീങ്ങളെ. അങ്ങനത്തെ എന്ത് പേടിയാണ്. കുട്ടീനെയും കൂടെ ആക്കി ലേശം കാരക്കയും വെള്ളം കൊടുത്തിട്ട് പോവാണ്. ഇബ്രാഹിം നബിക്ക് അങ്ങനത്തെ കൂസലൊന്നുമില്ല. പക്ഷെ അള്ളാഹിനോട് പറയുന്നുണ്ട്. ഹാജർ ബീവി ചോദിച്ചു, പിന്നെ ഞങ്ങളിവിടെ ആക്കിയിട്ട് നിങ്ങൾ പോകണോ? അതിനും മറുപടി അറിഞ്ഞില്ല. അവസാനം വല്ലാതെ ചോദിച്ചപ്പം ബീവൻ എങ്ങനെ ചോദിച്ചു, അള്ളാഹ് പറഞ്ഞിട്ടാണോ? ബീവിക്ക് അറിയാതൊക്കെ. അള്ളാഹ് പറഞ്ഞിട്ടാണ് പറഞ്ഞു. എന്നാൽ കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോയിക്കൊള്ളി എന്നാണ് പറയുന്നത്. ആരെ? ആ ചോര പൈതലിനെയും ആ ബീവിനെയോടെ ആക്കിയിട്ട് എവിടെ? ആരുമില്ലാത്ത, ഒരു ജീവജാലങ്ങൾ പോലും ഇല്ലാത്ത, വെള്ളമല്ല, അതുകൊണ്ട് തന്നെ ഒരു പക്ഷിപ്രവാദികൾ പോലും അവിടെ അല്ല, വിജനമായ ശൂന്യമായ ആ പാറക്കൂട്ടത്തിൻ്റെ ഇടയിലാക്കിയിട്ട്. അപ്പം നബി അള്ളാഹിനോട് ഇങ്ങനെ പറഞ്ഞു, റബ്ബനാ, എൻ്റെ റബ്ബേ, ഇന്നി അസ്കൻതു മിൻ ദുരിയതി, എൻ്റെ ഈ കുടുംബത്തെ ഞാൻ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നു, ബിവാദിൻ ഗൈരി ദി സർഇൻ, കൃഷി ഏതുമില്ലാത്ത ഈ വിജനമായ ഈ മരുപ്പറമ്പിൽ, ഈ താഴ്വരയിൽ. റബ്ബനാ ലിയുഖീമുസ് സ്വലാ, നിസ്കാരം അതിൻ്റെ മുറ പോലെ നിലനിർത്താനാണത്, അല്ലാതെ ഒന്നിനുമല്ല. അതുകൊണ്ട് ഫജ്ൽ അഫിദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം, മനുഷ്യന്മാരുടെ മനസ്സൊക്കെ നീ അവരിലേക്ക് ആകർഷിപ്പിക്കണമേ എന്ന്. അത് നമുക്കിവിടെ വലിയൊരു പോയിൻ്റാ. എങ്ങനെ പോയിൻ്റ്? ഇപ്പോൾ അവർ മുഅ്മിനീങ്ങളോടൊന്ന് പുറത്താക്കുന്നു. അവിടെ കഅബ ഉണ്ടാക്കിയ മാത്രമല്ല, അവിടെ ഒരു മനുഷ്യന്മാരെ ഒരു കുടിയിരിക്കൽ ഉണ്ടായത് തന്നെ ആരിലൂടെയാണ്? ഇബ്രാഹിം നബിയിലൂടെയാണ്. ഹാജർ ബീവിനെയും മകനെ അവിടെ കൊണ്ടാക്കിയിട്ടൊരു പ്രാർത്ഥന, എല്ലാവരെയും അങ്ങോട്ട് ആകർഷിപ്പിക്കണമെന്ന്. അങ്ങനെ ജുർഹും ഗോത്രക്കാരോടെ വന്നു. ഓരോടെ കൂടി ആരനുമതിയോട് കൂടെ, ഹാജറ ബീവിൻ്റെ അനുമതി കൂടെ സംസം കിണറ്റിൽ അവർക്ക് കുടിക്കാനുള്ള അവകാശം കൊടുത്തു. വെള്ളമൊക്കെ അങ്ങ് എടുക്കാറുണ്ടോ? വലിയ ചരിത്രങ്ങളല്ലേ. അങ്ങനെ ഓരോടെ കൂടി അങ്ങനെ ആ ജുർഹും ഗോത്രത്തിൽപ്പെട്ട ഒരു കുട്ടീനെ ആര് കല്യാണം കഴിച്ചു? ഇസ്മായിൽ നബി കല്യാണം കഴിച്ചു. അതിനെ തലാക്കല്ലി, രണ്ടാമത്തതിനെ കെട്ടി, അതിനെ നിലനിർത്തുകയും ചെയ്തു. ആര് പറഞ്ഞിട്ട്? ഇബ്രാഹിം സ്വലാം. അങ്ങനെയുള്ള ആളുകളുണ്ടായത്. ഈ സംസം വെള്ളം വന്നപ്പോഴാണ് പിന്നെ പക്ഷികളൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഈ ജുർഹും ഗോത്രക്കാർ, എരിയോ പോണ ജുർഹും ഗോത്രക്കാർ, അവിടെ എന്താ പക്ഷികൾ കാണണ്ട, അവിടെ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നുണ്ടാണ്, പോയി നോക്കിയതാ. അപ്പോഴാണ് ഈ കുട്ടിയും ഹാജർ ബീവിയും ഈ വെള്ളം ഇവർ കാണുന്നത്. ഇന്നിപ്പോൾ ആ ജനകോടികളുള്ള ആ സ്ഥലത്തെ അത് അവസ്ഥ 4000 കൊല്ലത്തെ മുമ്പത്തെ കഥയാണ് ഈ പറയുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ മുഅ്മിനീങ്ങൾ എന്താക്കണത്? പുറത്താക്കണത്. ആ പള്ളി ഉണ്ടാക്കിയത് ഇബ്രാഹിം നബി, ആ പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞത് അല്ലാഹു തആല, പള്ളി ഉണ്ടാക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തത് അല്ലാഹു തആല. അവിടെ പോയിട്ട് കുട്ടിനെയും ആ ഭാര്യനെയും അവിടെ താമസിപ്പിച്ചത് അല്ലാഹ് പറഞ്ഞിട്ട്, എന്നിട്ട് അവിടെ ഒരു ജനതനോടെ വളർത്തിക്കൊണ്ടുവന്നു അല്ലാഹു തആല. ഒക്കെ അല്ലാഹ്. ഇങ്ങോട്ട് ഇവിടെ അള്ളാഹിനെ ആരാധിക്കാൻ പറ്റൂല, അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ പറ്റൂല, ശിർക്ക് ചെയ്യണമെന്ന്. അതാണ് നിങ്ങൾ അവർക്കുള്ള താക്കീതാണ് ഈ പറയണത്. എന്ത്? വൈദ് ബവ്വഅ്നാ ഇബ്രാഹിമ മക്കാനൽ ബൈത്ത്, ഇബ്രാഹിം നബിക്ക് വിശുദ്ധ ഗേഹത്തിൻ്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്തത് നാമാണ്. ആ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കണമെന്ന്. ഇതെന്നാണ്, ഇതിടുമ്പോഴൊക്കെ അങ്ങനെയാണ് അർത്ഥം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനേക്ക് ആ സ്ഥാനം നാം നിർണയിച്ചു കൊടുത്ത സന്ദർഭം നിങ്ങൾ ഓർക്കണം. അല്ലാ തുശ്രിക് ബി ഷൈഅ, എന്നെക്കൊണ്ട് ഒന്നിനെയും പങ്കു ചേർക്കരുതെന്നായിരുന്നു അല്ലാഹു തആലാന്റെ ആജ്ഞ. ആ സമയത്ത് ശിർക്ക് ചെയ്യരുത് എന്നുള്ളത്.
ഏ ഓ തൊഹിർ, അങ്ങ് പരിശുദ്ധമാക്കി വെക്കണം ബൈത്തി, എൻ്റെ വിശുദ്ധ ഗേഹത്തെ, ലിത്വായിഫീന തവാഫ് ചെയ്യുന്നവർക്കും വൽ ഖായിമീന വറുക്കഇ സുജൂദി നിസ്കരിക്കുന്നവർക്കും വേണ്ടി പരിശുദ്ധമാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് പള്ളിയിലേക്കുള്ള സ്ഥലം നിർണയിച്ചു കൊടുത്തത്. ഷിർക്ക് ചെയ്യരുത് പറഞ്ഞാണ്ട്. ഇപ്പോഴെ ഷിർക്കിൻ്റെ കേന്ദ്രം, ലോകത്തുള്ള ഷിർക്കിൻ്റെ കേന്ദ്രം ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് മുഅ്മിനീങ്ങളെ പുറത്താക്കുക, മുശ്രിക്കീങ്ങൾക്ക് അവിടെ അഭയം നൽകുക എന്നുള്ള അവസ്ഥ. ഇത് ഭയങ്കരമായ ഒരു താക്കീതിന് ഉള്ള ഒരു സംഗതിയാണ്. ഇബ്രാഹിം നബി എന്തായിരുന്നു? ഇബ്രാഹിം നബിൻ്റെ പേരിലും ഒരു പ്രതിഷ്ഠ, ഇസ്മായിൽ നബിൻ്റെ പേരിൽ പ്രതിഷ്ഠ. 360 ബിംബങ്ങളുണ്ട് നിങ്ങൾ കേൾക്കണില്ലേ? അതിൽ 2 വരെ പേരിലാണ്. ഒന്ന് ഇബ്രാഹിം നബിൻ്റെ പേരിൽ, ഒന്ന് ഇസ്മായിൽ നബിൻ്റെ പേരിൽ. ഈ ഇന്നലെ പറഞ്ഞ മക്ക അങ്ങനെ 10 ആയി, റസൂൽ അങ്ങനെ ഓരോന്നിനും ഇങ്ങനെ തോണ്ടിയിട്ടില്ലേ? ലഹറൽ ഹഖ് വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക എന്ന് പറഞ്ഞ ബടി ഇങ്ങനെ ചൂണ്ടിട്ടുള്ള ബിംബങ്ങളൊക്കെ തലകുത്തി വീണതാണ്. സത്യം വിജയിച്ചു. ലഹറൽ ഹഖു വസഹഖൽ ബാത്തിലു, അസത്യം പരാജയപ്പെട്ടു. ഇന്നൽ ബാത്തില കാന സഹൂക, അസത്യം നാമാവശേഷമായി പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ ആയത്തിങ്ങനെ ഓതിയിട്ട് ബടിയോട് ഇങ്ങനെ തോണ്ടിയെന്നുമല്ല ചൂണ്ടിയെന്നുമാണ്. അപ്പോൾ അതിന് ബിംബങ്ങളൊക്കെ തലകുത്തി വീണു, ഒക്കെ തോണ്ടിയിട്ട് പറയണമെങ്കിൽ ഒരു ക്ഷേത്രം പിടിച്ച് പള്ളിയൊക്കെ കാണുമെന്ന് വാദിക്കുന്നവരുണ്ട്. ഇബ്രാഹിം നബി ഒരിക്കലും എന്തായിരുന്നില്ല, കേട്ടോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ഈ കഅബ നിർമ്മിച്ച സംഗതി അതൊക്കെ അല്ലാഹുവിന് ഓർക്കാൻ പറയുന്നുണ്ട്. സൂറത്ത് അൽ ബഖറയിൽ വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വഇസ്മായിലു, എന്താ കാര്യങ്ങൾ, എത്ര സ്ഥലത്താണ് അതൊക്കെ പരാമർശങ്ങൾ എന്നറിയും. വഇദ് യർഫഉ ഇബ്രാഹിമു അൽ ഖവായിദ മിനൽ ബൈത്തി വഇസ്മായിലു, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ആ വീടിൻ്റെ അടിത്തറ ഇങ്ങനെ ഉയർത്തുന്ന സന്ദർഭം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ദുആ അതായിരുന്നു, പടച്ചോനെ നീ സ്വീകരിക്കണമേ, നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, ഞങ്ങൾ 2 പേരെയും നിനക്കുള്ള 2 മുസ്ലിങ്ങളാക്കണം. ഇപ്പം മുസ്ലിങ്ങൾ അവിടുന്ന് പുറത്താക്കണം. ഇവർ നിർമ്മിച്ചപ്പോൾ ദുആയിരുന്നുകൊണ്ടിരുന്നത് എന്താണ്? റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക. എന്താ പോയപ്പോൾ മുസ്ലിം പറഞ്ഞെങ്കിൽ അല്ലാഹു തആലക്ക് സമർപ്പണം ചെയ്തവനാണ് ശരിക്ക്. പോലെ 2 ആൾ പറ്റി അല്ലാഹു തആല മുസ്ലിം എന്ന് പറഞ്ഞൊരു സന്ദർഭമുണ്ട്. അതെന്നറിയോ? മകൻ അറക്കാൻ വേണ്ടി ഉപ്പത്ത് തയ്യാറാവുകയും ആ കൗത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മകൻ തയ്യാറാവുകയും ചെയ്ത സന്ദർഭം സൂറത്ത് സാഫത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സൽവൃത്തിൽപ്പെട്ട മക്കളെ തരണേ തമ്പുരാനെ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, നല്ല സഹനശീലനായ ഒരു മോനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അദ്ദേഹത്തിന് നൽകി. ഫലമ്മ ബലഗ മഅ സയ്യ, ആ പൊന്നുമോൻ ഉപ്പാൻ്റെ കൂടെ ഒരു കൈ സഹായത്തിനായപ്പോൾ കാല, ഉപ്പ പറയണം, യാ ബുനയ്യ, മോനെ, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, നിന്നെ അറുക്കേണമെന്ന് ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. ഫളുർ മാതാ തറ, എന്താണ് മോൻ്റെ അഭിപ്രായം? യാ അബതിഫൽ മാ തുമർ, ഉപ്പ അള്ളാഹിൻ്റെ കൽപ്പ ഉടനെ നടപ്പാക്കണം. സത്തജിദുനു ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്ഷമാശീലരിൽ അങ്ങ് എന്നെ എത്തിക്കും ഉപ്പ, ഞാനൊരു പൂർത്തിയോടും കാട്ടൂല. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, ഫലമ്മ അസ്ലമ, ഉപ്പയും മകനും മുസ്ലിമായപ്പോൾ, വതല്ലഹു ലിൽ ജബീൻ, ഉപ്പ മകനെ ചെരിച്ച് കടത്തിയപ്പോൾ. കന്നിനെ കറക്കാൻ വേണ്ടി നമ്മൾ ചെരിച്ചെടുത്തൂലേ? ഇടത്തെ ഭാഗത്തിൻ്റെ മേൽ കിബിലക്കാണ് കന്നുകളൊക്കെ കടത്തൽ അല്ലേ? നമ്മൾ വലത്തേ ഭാഗത്തിൻ്റെ മേലാണ് കിബിലക്ക് ചെരിഞ്ഞ് കടക്കൽ. കന്നുകളെ ഇടത്തെ ഭാഗത്തിൻ്റെ മേലിൽ കടത്തൽ അങ്ങനെയാണ്. ഇടത്തെ ഭാഗത്തിൻ്റെ കിബിലക്ക് ചെരിച്ച് കടത്തും. അങ്ങനെ കന്നുകൾ കടത്തണന്മാർക്ക് മകനെങ്ങനെ കടത്തിയപ്പോൾ വനാദേനാവോ, നാം വിളിച്ചു, അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, മതി, സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു, ഈ വണ്ണം എല്ലാ സുഹൃത്തികൾക്കും നാം പ്രതിഫലം നൽകും. വഫദൈനാഹു ബിദിബിഹിൻ അദീം, നല്ല മഹത്തായൊരു ഉരുവിനെ കൊണ്ട് കുട്ടിയെ നാം വിമോചിപ്പിച്ചിരിക്കുന്നു. ജിബ്രീൽ അലൈഹി സ്വലാം ആടിനെയും കൊണ്ടിങ്ങനെ വന്നു, ആടിനർത്താൽ മതി, ആരർക്കണ്ട, അങ്ങനെ ഉണ്ടാക്കി. ആ ആ സമർപ്പണം, അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്? ഫലമ്മ അസ്ലമ, ഉപ്പയും മകനും എന്തായപ്പോൾ? മുസ്ലിമായപ്പോൾ. അതൊക്കെ നമുക്ക് വരികയാണ് വലിയ നാളിൻ്റെ അന്ന്. എന്നിട്ടൊരു പൊതുവത്തോടെ ഇറക്കാനൊരു പങ്കുകൂടിയും ചേരാൻ പറ്റാതെ എന്നെ മുസ്ലിമാൻ, ഞാൻ മുസ്ലിമാണ് ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു ഉദയത്തിൽ
ഒരു 16 റുപ്യ കൊടുക്കാനും കഴിയില്ല. മൊബൈലൊക്കെ 1,00,000-ൻ്റെ. എടാ ആ ഇബ്രാഹിം നബി ഉണ്ടാക്കിയ കാബയിലേക്ക് തിരിഞ്ഞാണ്ട് വജ്ജഹ്തു വജ്ഹല്ലദീ ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് വെച്ചാൽ തോന്നുന്നത്. ഉദയത്ത് കൂടണം. ഇപ്പം എനിക്കൊരാൾ വിളിച്ചിരുന്നു, ഇന്നലെ ക്ലാസ്സിലുണ്ട്, ഇന്ന് വരാൻ പറ്റില്ല, ഇന്ന് കോയമ്പത്തൂർക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്നേഹി വിളിച്ചിരുന്നു. അപ്പോൾ അയാളിനോട് ചോദിക്കണം എന്താ വെച്ചാൽ അയാൾക്ക് ഒരു പേരക്കുട്ടിക്ക് ആക്കിയൊക്കെ തറക്കാനുണ്ട്. 2.5 വയസ്സായിക്കണം. അങ്ങനെ ഇറക്കാനുള്ളൊരു ആലോചന ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഉദയത്തും വരല്ലേ. അപ്പോൾ ആ ഒരു കന്നുകൊണ്ട് 2 കൂടി ആക്കല്ല നല്ലത് എന്നൊരു ചോദ്യം. ഇപ്പം എനിക്ക് ഞാൻ ക്ലാസ്സിന് വരാൻ വേണ്ടി നിൽക്കും വിളിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെറിയ മറുപടി കൊടുത്ത് പോകുന്നു. എന്നോട് ചോദിക്കണതാണ് അങ്ങനെ പറ്റൂലെന്ന്. പറ്റുമെന്ന് പറഞ്ഞു. പറ്റുമെന്ന് പറയാൻ എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, എവിടെയും നോക്കേണ്ട ആവശ്യമില്ല. കാരണം 7 കുട്ടിയൊക്കെ വരെ ഒരു കന്ന് മതി. മണി ആടല്ല, ഒരു മൂല്യോ പോത്തൊക്കെ ആണെങ്കിൽ 7 പേരക്കുട്ടികളെയും പാടെ ഉദ്ദേശിച്ചിട്ട് എന്താക്കാം, 2.5 വയസ്സായതിനും 3.5 വയസ്സായതിനും ഒക്കെ ഒരു കൂട്ടാം. പ്രായപൂർത്തിയാണത് വരെ അങ്ങനെ സുന്നത്തുണ്ട്. പിന്നെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ വാപ്പാക്കല്ല, പിന്നെ സ്വന്തത്തിനാണ് ആ സുന്നത്തുള്ളത്. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അങ്ങനെ ഉദയത്തിലൊക്കെ പങ്കാളിയാകാൻ 10,000 റുപ്യ 5,000 റുപ്യൊക്കെ മതി. അതിനൊന്നും കായില്ല. പിന്നെ എങ്ങനെ എന്ത് മുസ്ലിമാണേക്കാളും അത് പല ഐറ്റം മുസ്ലിമുണ്ട്, അതിൽപ്പെട്ടൊരു മുസ്ലിമേ ആവുള്ളൂ എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയണേ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ നിർമ്മിച്ച സമയത്ത് അള്ളാഹിനോട് ദുആയിരുന്നൊരു ദുആണത്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്, എന്നെയും എൻ്റെ മോനെ നീ മുസ്ലിം ആക്കണേ പടച്ചോനെ. വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ഞങ്ങളെ മക്കളിൽ നിന്നും നിനക്ക് മുസ്ലിമത്തായൊരു ഉമ്മത്ത്, നിനക്ക് സമർപ്പണം ചെയ്യുന്ന, ജീവിതവും മരണമൊക്കെ അള്ളാഹുവിലേക്ക് വേണ്ടി സമർപ്പിക്കണ ഒരു ഉമ്മത്തിനെ നീ ആക്കണമേ. വരിന മനാസിക്കന വതുബലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം റബ്ബനാ വബഅത് ഫീഹിം. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, ആ കഅബ നിർമ്മിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4000 കൊല്ലം മുമ്പ് പറയാണ്, റബ്ബനാ വബഅത് ഫീഹിം, എൻ്റെ റബ്ബേ അവരിലേക്ക് നീ നിയോഗിക്കണമേ റസൂലം എന്നും, അവരിൽപ്പെട്ട ഒരു റസൂലിനെ, യത്ലു അലൈഹിം ആയാതിക, നിൻ്റെ ആയാത്തുകൾ അവർക്ക് ഓതി കളിപ്പിക്കുന്ന, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്ന ഒരു റസൂലിനെ നീ അവരിലേക്ക് നിയോഗിക്കണമേ തമ്പുരാനെ. വയുസക്കീഹിം, ആ നബി അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഇന്നക അന്തൽ അസീസുൽ ഹക്കീം, നീ അജയ്യനാണ്, യുക്തിച്ചനാണല്ലോ, അതുകൊണ്ട് ഒരു പ്രവാചകനെ നിയോഗിക്കണമേ. ആ റസൂലാണത്. അതിനെയാണ് ഇവിടുന്ന് പുറത്താക്കേണ്ടത്. ആ ഹുദൈബിയിൽ തടഞ്ഞിട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റൂല, നിങ്ങൾ ഉംറ ചെയ്യാൻ പറ്റൂല എന്ന് പറയാണ്. മനസ്സിലായി? നിങ്ങൾക്ക് ബന്ധം മനസ്സിലായോ? നബി പറയാണ്, അന ദഅവത്തു അബി ഇബ്രാഹിം, എൻ്റെ ഉപ്പ ഇബ്രാഹിം നബിൻ്റെ ദുആയാണ് ഞാൻ, ആ ദുആക്കുള്ള ഉത്തരമാണ് ഞാൻ. ദുആ ഇതാണ്. ഈ ദുആ കഴിഞ്ഞ് 2500 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. എന്താ ദുആ? ഇങ്ങോട്ടൊരു ചോദ്യം അല്ലാഹു തആല, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മില്ലത്തിൽ നിന്ന് മാറി നിൽക്കുക ആരാണ്? ഇല്ലാ മൻ സഫിയ നഫ്സഹു, വിഡ്ഢികളല്ലാതെ. വലഖദ് ഇസ്തുഫൈനാഹു ഫിദ്ദുനിയ, ദുനിയാവിൽ നാം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരുന്നു. വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, നാളെ പരലോകത്ത് സ്വാലിഹീങ്ങളിലും സൽവൃത്തരിലും പെട്ടവരാണവർ. ആര്? ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിൻ്റെ മില്ലത്തിൽ നിന്ന് ആര് മാറി നിൽക്കും? ഇത് ഖാലലഹു റബ്ബുഹു അസ്ലിം. എന്താണ് ആ മില്ലത്ത്? ഇത് ഖാലലഹു റബ്ബുഹു അസ്ലിം, റബ്ബ് അദ്ദേഹത്തോട് അസ്ലിം എന്ന് പറഞ്ഞ സന്ദർഭം നീ മുസ്ലിമാവണം, സമർപ്പിക്കണമെന്ന്. ഖാല, നബി പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് വേണ്ടി ഞാനിതാ മുസ്ലിമായിരിക്കുന്നു, ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് ആര് പറഞ്ഞു? ആ മാർഗത്തിൽ നിന്ന് വിഡ്ഢികളല്ലാതെ ആരെങ്കിലും മാറി നിൽക്കുമോ? ആ വിഡ്ഢിയാണ് ഇപ്പോൾ അബൂജഹൽ. വിഡ്ഢികളല്ലെങ്കിൽ ഇബ്രാഹിം നബിൻ്റെ മില്ലത്താണ് മുസ്ലിം ആകുക. ഇങ്ങോട്ട് പറയണേ, വവസ്വാബിഹാ ഇബ്രാഹിമു ബനീഹി, ആ മില്ലത്ത് കൊണ്ട് നബി തൻ്റെ മക്കളെയും വസിയത്ത് ചെയ്തു. യാക്കൂബ് നബിയും, യാ ബനിയ, എൻ്റെ മക്കളെ, ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീൻ, നിശ്ചയമായും അല്ലാഹു തആല നിങ്ങൾക്ക് ഈ ദീൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമീൻ, അതുകൊണ്ട് മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. അം കുന്തും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത്, യാക്കൂബ് നബിക്ക് മരണമാസന്നമായപ്പോൾ നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ഇത് കാല ലിബനി, തൻ്റെ മക്കളോട് അദ്ദേഹം പറഞ്ഞ സമയം.
മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ ശേഷം നിങ്ങൾ എന്തിനെ ആരാധിക്കാന്ന്. യാക്കൂബ് നബി ഇബ്രാഹിം നബിൻ്റെ പേരക്കുട്ടി, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകൻ ഇസ്ഹാഖ് നബി, ആ ഇസ്ഹാഖ് നബിൻ്റെ മകനാണ് യാക്കൂബ് നബി. അതിൻ്റെ പേരാണ് ഇസ്രായേൽ എന്നത്. ഇസ്രായേൽ എന്നാണ് യാക്കൂബ് നബിൻ്റെ പേര്. അതിലാണ് പ്രവാചകന്മാരൊക്കെ വന്നത്. ഇബ്രാഹിം നബിൻ്റെ മകൻ ഇസ്മായിൽ നബിൻ്റെ ആ പരമ്പരയിൽ പിന്നെ നമ്മളെ റസൂലാണ് കാര്യമായിട്ട് വന്നിട്ടുള്ളൂ. ഷുഹൈബ് നബിനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ ഒറ്റപ്പെട്ടേ ഉള്ളൂ. മക്കളെ വിളിച്ചിട്ട് യാക്കൂബ് നബി പറഞ്ഞു, മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ ശേഷം നിങ്ങൾ എന്തിനെ ആരാധിക്കാക്കാലോ. അവർ പറഞ്ഞു, മക്കൾ പറഞ്ഞു, ആരാ മക്കൾ? യൂസുഫ് നബിയും കിണറ്റ് കിട്ട 10 ആളും ബിന്യാമീനും 12 മക്കളുണ്ട്. അവർ പറയാണ് ഉപ്പാനോട് മരിക്കണ സമയത്തേ, വഫാത്തിൻ്റെ സമയത്ത്, നഅബുദു ഇലാഹക, അങ്ങയുടെ ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുക, വ ഇലാഹ ആബായിക, നിങ്ങളുടെ പൂർവികരുടെ ഇലാഹിനെയും. ആരാണ് പൂർവികർ? ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ, ഇവരൊക്കെയാണ് പൂർവികർ. അവരുടെയൊക്കെ ഇലാഹിനെ മാത്രം ഇലാഹൻ വാഹിദൻ, ഏകനായ ഇലാഹ്, വനഹനു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവൻ്റെ മുസ്ലിങ്ങളായി ആജ്ഞാനുവർത്തികളായി ജീവിക്കും എന്ന് മക്കൾ പറയാം. ഇതാണ് അടുത്ത പാരമ്പര്യം. എന്നിട്ട് ഈ പറയുന്ന പോലെയാണ് പുറത്താക്കണത്. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്, അത് കഴിഞ്ഞു പോയൊരു സമൂഹമാണ്. ലഹാ മാ കസബത്, അവർ പ്രവർത്തിച്ചത് അവർക്കുള്ളതാണ്. വലക്കും മാ കസബ്തും, നിങ്ങൾക്ക് നിങ്ങൾ പ്രവർത്തിച്ചതേ ഉണ്ടാവുള്ളൂ. ഈ കാട്ടുകള്ളന്മാർ അവകാശപ്പെട്ടു ഞങ്ങൾ ഇബ്രാഹിം നബിൻ്റെ ആളുകളാണ്, ഞങ്ങൾ ഇസ്ഹാഖ് നബിൻ്റെ ആളുകളാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ജൂതന്മാരാണെങ്കിലും ഈ അബൂജഹലൊക്കെ എന്താ വാദിച്ചെന്നറിയോ? ഞങ്ങൾ ഇബ്രാഹിം നബിൻ്റെ ആളുകളാണെന്നാ, ഇബ്രാഹിം നബിൻ്റെ ദീനിലാണ് ഞങ്ങൾ പറഞ്ഞിട്ടാണ് ആ ഇബ്രാഹിം നബിൻ്റെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇസ്മായിൽ നബിൻ്റെതും പ്രശ്നം നോക്കണം, അമ്പൊക്കെ പിടിച്ചാണല്ലോ ഇസ്മായിൽ നബി നിൽക്കണത്. ബിംബൈ കേവലുള്ളിൽ എന്തേ പരിപാടിയൊക്കെ തീരുമാനിച്ച പ്രശ്നം നോക്കലാണേ. പോണോ പോണ്ടേ പേറ്റിനൂട്ടി കൊണ്ടുവരാനൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നം വെച്ച് നോക്കും, അമ്പൊക്കെ കുലുക്കിയാണ്ട് എടുത്തു നോക്കും. അപ്പോൾ എന്നാ കൊണ്ടൻ്റെ എന്നൊക്കെ അവർ പറയും. പേറ്റിനൂട്ടി കൊണ്ടല്ല എന്നാണ്, പെരെടുക്കണ്ട എന്നാണ്, കുടിരിക്കണ്ട. മനസ്സിലായ ജതീറേ? അതുകൊണ്ട് നിങ്ങൾ ആ വക പരിപാടിയൊന്നും പറയണ്ട. ഓല് പ്രവർത്തിച്ചത് അവർക്ക്, നിങ്ങൾ പ്രവർത്തിച്ചത് നിങ്ങൾക്ക്. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തതിനെക്കുറിച്ച് നിങ്ങളോടും ചോദ്യം. ഇഞ്ഞിട്ട് കയ്യിലുണ്ടോ? ഇഞ്ഞും അങ്ങനെ പറയാണ്. ഓക്കെ നിങ്ങൾ. അപ്പോൾ അതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇനിയും ഇബ്രാഹിം നബിയെ പറ്റി പറയണം നിങ്ങൾക്ക്. സോഫാത്തിലും അന്നാമിലൊക്കെ പറയുന്നുണ്ട്. നമ്മളാ വജ്ജത്ത് വജീലിലെ ദീപത്ര സമാധിക്ക് നമ്മൾ പറയണ്ടല്ലോ, ഇത് ആരെന്നെ പറഞ്ഞതാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതാണ്. അത് മാത്രം ഞാനൊന്ന് പറയട്ടോ. അത് അന്നാമിലാണ് പറയണത്. അന്നാമി സൂറത്തിൽ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒറ്റ പേജുണ്ട്. വഇദ് ഖാല ഇബ്രാഹിമു ലി അബീഹി ആസറ, സ്വന്തം പിതാവ് ആസറിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭം ഓർക്കണം. അതത്തഖദു അസ്നാമൻ ആലിഹത്തൻ, ഈ ബിംബങ്ങളൊക്കെ പാടെ നിങ്ങൾ ആരാധ്യരാക്കുകയാണോ? ബാപ്പാനോടും സമൂഹത്തോടും ആര് ചോദിക്കുകയാണ്? ബാപ്പ അതിൻ്റെ പൂജാരിയായിരുന്നു. ബാപ്പാക്ക് അതിൻ്റെ വലിയ കുറേ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അതൊക്കെ ഞാൻ കിട്ടുള്ളതാണ്, ഇബ്രാഹിമിനും കിട്ടാൻ പോണതാണ്. ആ ഇബ്രാഹിം നബിയാണ് ബാപ്പാനോട്, നിങ്ങൾ ഈ ബിംബങ്ങളൊക്കെ പാടെ ആരാധിക്കുകയാണോ? ഇനി അറാക്കവ കൗമൊക്കെ ഫീ ദലാലിൻ മുബീൻ, നിങ്ങളും നിങ്ങളെ കൗമും നല്ല തെളിഞ്ഞ പേവരാണ് എന്ന് ബാപ്പാനോടാണ് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഇവിടെയൊക്കെയാണ് നിങ്ങൾ പോലുമുള്ള ചർച്ച ഇങ്ങനെ പോയിട്ടേ അവസാനം നബി ഇങ്ങനെ പറഞ്ഞു, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇത് 79-ാമത്തെ ആയത്താണ് അന്നാമിലെ. ഇന്നി ഞാൻ വജ്ജഹ്തു വജ്ഹിയ, എൻ്റെ മുഖം ഞാൻ മുന്നിടിക്കുകയാണ്, ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനിലേക്ക്. നിങ്ങൾ കണ്ട സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാത്തിനെയും ആരാധിക്കുന്നുണ്ട്. ഞാൻ ആകാശഭൂമിയെ സൃഷ്ടിച്ച, അതിൽപ്പെട്ടതാണ് ഈ സൂര്യനും ചന്ദ്രനൊക്കെ, അതിനൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനിലേക്ക് ഹനീഫൻ. ഹനീഫ് എന്ന് പറഞ്ഞാൽ എല്ലാ പഴച്ച ദർശനങ്ങളിൽ നിന്നും സത്യാദർശത്തിലേക്ക് തെറ്റിയവൻ എന്നാണ് ഹനീഫായിട്ട്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും ബഹുദൈവാരാധകരിൽപ്പെട്ടവനല്ല, ഞാൻ ശിർക്ക് ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പോൾ വഹാജഹു ഖൗമുഹു, അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് തർക്കിച്ചു. അപ്പോൾ കാല നബി ചോദിച്ചു, തുഹാജൂനി ഫില്ലാഹി, നിങ്ങൾ അള്ളാൻ്റെ വിഷയത്തിലാണോ എന്നോട് തർക്കിക്കുന്നത്? വഖദ് ഹദാനി, അള്ളാഹ് എനിക്ക് മാർഗദർശനം തന്നിരിക്കേ, എനിക്ക് അള്ളാഹുത്തല ഹിദായത്ത് തന്നിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളിപ്പോൾ എന്നോട് അള്ളാൻ്റെ കാര്യത്തിലാണ് ഈ തർക്കം. വല അഹാഫു മാ തുശ്രികൂന ബിഹി, നിങ്ങൾ അള്ളാഹിനോട് പങ്കു ചേർക്കണേനെ ഞാൻ ഒരിക്കലും പേടിക്കൂല. ഇതെന്തിനാ പറയേണ്ടതെന്ന് അറിയാൻ പറ്റേ?
ഇവർ പറഞ്ഞു, ഇതാ ഞങ്ങൾ ദൈവങ്ങളുടെ അതൊക്കെ തൊട്ടും അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ കുരുത്തുകേട് തൊട്ടും അപകടങ്ങളുണ്ടാവും, കട്ടകാലങ്ങളുണ്ടാവുന്നതാണ്, ദൈവങ്ങൾ പറയാൻ നിൽക്കണ്ട. ഇബ്രാഹിം നബിനോട് ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് യാതൊരു പേടിയില്ല നിങ്ങളെ ദൈവങ്ങളെ, ഈ നിങ്ങൾ ശിർക്ക് ചെയ്യണം, എനിക്ക് യാതൊരു അള്ളാഹിനോട് നിങ്ങൾ പങ്കു ചേർക്കുന്നതിന് എനിക്ക് യാതൊരു പേടിയും ഇല്ല എന്ന്. എന്നിട്ട് നബി പറയണേ, ഇല്ല അയ്യഷാ റബ്ബി ഷയ, റബ്ബ് ഉദ്ദേശിക്കാതെ എനിക്കൊരു തരിമ്പും ഒന്നും ഏൽപ്പിക്കാൻ ഒരാളെ കൊണ്ടും കഴിയൂല. ഇതാണ് മോമിന്. നബി പറയാണ്, അല്ല ഉദ്ദേശിക്കാത്ത ഒരു തരിമ്പും ഒരു പോറലും എനിക്ക് ഏൽപ്പിക്കാൻ ഒരു ബിംബത്തിനോ ഒരു സൃഷ്ടിക്കോ ഒരാൾക്കും കഴിയൂല. അത് ഉദ്ദേശം മാത്രമേ. അതല്ലേ ആ തീ കൊണ്ടത്തൊക്കെ പോയപ്പോൾ മലക്കൾ വന്നിട്ട് സഹായിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ, ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാ മതി, വനീമൽ വക്കീൽ. തവക്കുലിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള അവസ്ഥയായിട്ടോ, നമുക്കൊന്നും കഴിയൂല. കുൽന യാ നാറു കൂനി ബർദം വ സലാമൻ അലാ ഇബ്രാഹിം, നാം തീയനോട് പറയാണ്, നീ ഇബ്രാഹിമിന് രക്ഷയും തണുപ്പുമായിക്കോ, കരിക്കരുത്, ഒരു രോമത്തെ പോലും കരിക്കരുത്. കരിച്ചില്ല. എന്തിനു കരിച്ചു? കുഞ്ഞാന കെട്ടിയിരുന്ന ഇരുമ്പിൻ്റെ ചെങ്ങലകളൊക്കെ കഴിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഇരുമ്പിൻ്റെ ചെങ്ങലയിൽ കെട്ടിയിട്ടാണ് ഒരു തീ കൊണ്ടത്ത് കരിഞ്ഞത്. ആ ചെങ്ങലൊക്കെ കരിഞ്ഞും പോയി, രോമൊന്നും എന്തായില്ല. അതാണ് തവക്കുലാക്കണ്ടന്മാർക്ക് അള്ളാഹിൻ്റെ മേലെ തവക്കുലാക്കിയാൽ അങ്ങനെയാണ്. ഈമാൻ അത്തരമൊരു തവക്കുലിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഈമാൻ കുറഞ്ഞതിനനുസരിച്ച് നമുക്ക് പേടിയക്കാരം ബേജാറായിക്കാരം. എന്തുണ്ടോ, ഏത് ക്ഷേത്രത്തൊക്കെ പോകേണ്ടത്, എവിടെയാണ് ഇനിയിപ്പം പൂജ കേട്ടത്? എൻ്റെ പേര ആ അമ്പലത്തിൻ്റെ നേരെയാണ്, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെയൊക്കെ ഓരോരുത്തർ ചോദിക്കല്. എവിടെയോ ഒരു അമ്പലമുണ്ടോ, അതിൻ്റെ നേരെയാണ് ഇപ്പോൾ പെര വന്നതാണ്, അതുകൊണ്ടാണാവും അപ്പോൾ സോക്കടായത്. ഇതൊക്കെ മുമ്പിങ്ങൾ ചോദിക്കുകയാണ്. ഓരോടൊക്കെ അതാ പറഞ്ഞോടുക്കല്. എന്നോട് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ അള്ളാൻ്റെ ഒപ്പം നിൽക്കണം കേട്ടോ, കുറച്ച് നിൽക്കണം, അല്ല ഞങ്ങൾക്ക് പ്രശ്നം തന്നെ കയറും. അള്ളാൻ്റെ കൂടെ ഉറച്ച് നിന്നാൽ ഒരു ഇതുമില്ല, ഒരു പ്രശ്നമില്ല, ഒരു കഞ്ഞിമൂലിയില്ല, ഒരാളും ഉപദ്രവിക്കൂല. നബി പറയാണ്, ഇല്ലാ യശാ റബ്ബി വസിയ റബ്ബി കുല്ല ഷൈഇൻ ഇൽമാ, എൻ്റെ റബ്ബ് എല്ലാം അറിയുന്നവനാണ്. അഫലാ തതദക്കറൂ, നിങ്ങൾക്ക് ബോധല്ലേ, നിങ്ങൾക്ക് അന്തല്ലേ? എന്നിട്ട് നിങ്ങൾ എന്നോടൊപ്പം നിങ്ങൾ ഈ ആദ്യ വർത്താനം പറയണേ. അപ്പോൾ കൈഫ അഖാഫു, ഞാൻ എങ്ങനെയാണ് പേടിക്കുക, മാ അശ്റക്തും ബിഹി, നിങ്ങൾ അള്ളാഹുവോട് പങ്കു ചേർക്കുന്ന ഈ കല്ലിനൊക്കെ. അത് പറയണേ, കൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ ഈ പങ്കു ചേർക്കുന്നതിനെ ഞാനെങ്ങനെ പേടിക്കുക. വലാ തഖാഫൂന അന്നക്കും അശ്റക്തും ബില്ലാഹി മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന, അള്ളാഹിനോട് പങ്കു ചേർക്കാൻ യാതൊരു പ്രമാണവും അള്ളാഹു തആല അവതരിപ്പിച്ചിട്ടില്ലാത്തതിനെ നിങ്ങൾ അള്ളാഹിനോട് പങ്കു ചേർക്കില്ല, നിങ്ങൾ പേടിക്കണില്ല. യാതൊരു പ്രമാണവും ഇല്ലാത്തതിനെ അള്ളാഹു തആലയോട് പങ്കു ചേർക്കുക. അല്ലാണ്ട് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നിമിഷം കാത്തു രക്ഷിക്കുന്ന റബ്ബിൻ്റെ തുല്യനാണ്, പങ്കാളിയാണെന്ന് പറഞ്ഞിട്ട് ഓരോ കല്ലിനെ, അത് നിങ്ങൾക്ക് യാതൊരു പേടിയില്ല. അത് എന്തൊരു ദുൽമാണ്, എത്ര വലിയ അക്രമമാണ്. എന്നിട്ട് ഇന്നോടാണ് ഇപ്പോൾ നിങ്ങൾ പേടിക്കാൻ പറയണേ. ഇതാണ് നബി പറയുന്നത്. ഫഅയ്യുൽ ഫരീഖൈനി അഹ്ഖു ബില്ലം, അയ്യുൽ ഫരീഖൈനി അഹ്ഖു ബിൽ അംനി, നമ്മൾ രണ്ട് കൂട്ടക്കാരെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നിർഭയത്തിന് അവകാശപ്പെട്ടവരെന്ന്. അയ്യുൽ ഫരീഖൈനി, രണ്ട് ടീമിൽ നിന്നുള്ള ആരാണ് അഹ്ഖു ബിൽ അംന്, നിർഭയത്വം കൊണ്ട് ഏറ്റവും അവകാശപ്പെട്ടത് ആരാണ്? നിങ്ങൾക്ക് അള്ളാനെ പേടിയില്ല, എനിക്ക് നിങ്ങൾ ആ കല്ലിനെയും പേടിയില്ല. ആരാ പേടിച്ചിട്ടുണ്ട്? ഇങ്കുത്തും തലമൂൻ, നിങ്ങൾക്ക് തല ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളി, പറഞ്ഞോളി എന്നാണ്. ആ ഇബ്രാഹിം നബിയാണ് ഈ കാബ ഉണ്ടാക്കിയത്. എന്നിട്ട് ഇവിടെ ഇബ്രാഹിം നബിൻ്റെ ബിംബടക്കം വെച്ചാണ്ട് ആരാധിക്കാം. 360 ബിംബം അവിടെ നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഇവർ ചോദിക്കുകയാണ്, 360 ബിംബങ്ങൾ ഉണ്ടായിട്ട് തന്നെ പല കാര്യങ്ങളും എന്താണില്ല, എന്നിട്ട് അഞ്ഞപ്പോൾ ഒന്ന് എന്നാണ് ഇവർ ചോദിച്ചത്. മുശ്രിക്കുകൾ ചോദിച്ചതാണ്. ആ ശിർക്കിൻ്റെ കേന്ദ്രത്തിൽ ചെന്നിട്ടാണ് റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. അള്ളാഹ് മാത്രമേ ആരാധനയുള്ളൂ, അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ. നീ ആലുംറാൻ സൂറത്തിൽ നോക്കി ഞാൻ വേറെ ആയത്ത് കാണിച്ചേട്ടെ. ഇവിടെ നോക്കി ഓരോ നിലപാട് എന്തായിരുന്നു, വലിയ രസമുള്ള നിലപാടാണ്. അള്ളാഹിനെ പറ്റി അവർക്ക് വലിയൊരു അള്ളാഹിനെ അവർക്ക് കൂടുതൽ കമ്പാരോടെ വിഭവങ്ങളോടെ എന്നുള്ളതാണ്. അത് നീ പറഞ്ഞ സംഗതി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാൻ വേണമെങ്കിൽ കേട്ടോളി. 136 ആയത്താ. ഇതിലെങ്ങനെ ഈ വിഷയമാണ് പറയണത്. അതിലൊരു ഭാഗം ഇതാണ്, വജഅലൂലില്ലാഹി, അള്ളാഹു തആലക്ക് ഇവർ ആക്കി, ആര്? ഈ മുശ്രിക്കീങ്ങൾ, മിമ്മാ ദറഅ, അള്ള സൃഷ്ടിച്ചതിൽ നിന്ന്, മിനൽ അർസി, കൃഷികളും വൽ അന്നാമി, കന്നുകാലികളും, ആ കൈന്നൊക്കെ നസീബൻ,
ഒരു പങ്ക് അള്ളാഹു തആലാക്കാക്കി. അപ്പോൾ കൗലുങ്ങോട്ട് പറയും ഹാദാലില്ല, ഇതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. ആരെയും പറയണത് ചിലപ്പോൾ അബൂജഹലാണ് ഈ പറയുന്നത് ഇത് അള്ളാഹ്ക്കുള്ളതാണ്. ചില കന്നുകാലികളൊക്കെ നേർച്ചയാക്കിയാണ് ഇത് അള്ളാഹ്ക്കുള്ളതാണ്. ഏതവർക്ക് കൊയ്തൊക്കെ കൊണ്ടുവന്നാൽ കുറേ നെല്ലൊക്കെ ഒരു 10 പറയൊക്കെ പഠിച്ചിട്ട് ഇത് അള്ളാഹ്ക്കുള്ള നേർച്ചയാണ്. കേട്ടോ? ഹാദാലി സുറക്കായന, ഇത് ഞങ്ങളെ പങ്കാളികൾക്കുള്ളതാണ്. അല്ലാൻ്റെ പുള്ള കൂറാളികൾ കുറേ ഉണ്ടല്ലോ, ലാത്തി ഉസ്യം മനാത്തൊക്കെ അപ്പുറത്തുണ്ടല്ലോ, ഇത് ഓൽക്കുള്ളതാണെന്ന് പറയും. ഒരു 10 പറ ഇവിടെയും പഠിച്ചിട്ട് 10 പറ അങ്ങോട്ടും പഠിച്ചിട്ടു രണ്ടും. ഇതാണ് ഷിർക്ക്. ഷിർക്ക് വേണിപ്പോൾ മനസ്സിലാക്കിയോളി. അള്ളുണ്ടോൽക്ക്, നമ്മളല്ല കേട്ടോ. നമ്മളല്ല പരമപരിശുദ്ധനായ ന്യൂനത ഏതുമില്ലാത്ത അള്ളയാണ്. ഇവരല്ലാക്ക് കുറേ വൈകല്യങ്ങളും കുറവുകളുണ്ട്. അതുകൊണ്ടാണ് പങ്കാളികളൊക്കെ വേണ്ടിയിരുന്നത്. അള്ളാഹ്ക്ക് സഹായികൾ വേണം അവർക്ക്. അങ്ങനെ ഒരു പങ്കാളികൾക്കുള്ളത് വേറെയും വെക്കും, അള്ളാഹ്ക്കുള്ളത് വേറെയും വെക്കും. എന്നിട്ട് ഫമാക്കാനിലെ സുറക്കായും അവരെ പങ്കാളികൾക്കുള്ളത് ഫലാ യസിലു ഇലല്ലാ, അള്ളാഹിലേക്ക് ഒരിക്കലും ചേരൂല. ഫമാക്കാനില്ലായി അള്ളാഹു തആലാക്കുള്ളത് പോവ യസിലൂല, സുറക്കായും പങ്കാളികളിലേക്ക് ചേരും ചെയ്യും. സാമായാക്കുമോ, എത്ര ദുഷിച്ച വിധിയാണ് അവരുടെ വിധി. ഇപ്പോൾ മനസ്സിലായോ? ഭയമൻ എന്താ മനസ്സിലായോ? പറഞ്ഞ് ഇല്ല, അത് കേട്ടിട്ടുണ്ടാവില്ല. അതായത് ഈ അള്ളാഹ്ക്ക് നന്നായിട്ട് തീരുമാനിച്ച് നേർച്ചയാക്കി വെച്ചതിന് കുറച്ച് ബിംബങ്ങളിലേക്കൊക്കെ ചേർന്ന് പോലെ പറയാം അള്ളാഹ്ക്ക് കുഴപ്പമൊന്നുമില്ല, അള്ളാഹ് വലിയ ആളല്ലേ, ബിൽക്ക് കിടക്കട്ടെ. ഇവരത് ഒരു മോണിയെങ്ങാനും അള്ളാഹ്ക്കുള്ള ഓരേക്കായാൽ അത് ഭയങ്കര ആവേശത്തിൽ ഇങ്ങനെയൊക്കെ പരിപാടി എന്ന് വെച്ചാൽ അള്ളാഹിന് ഓർക്കൊരു പുറുസത്തില്ല. ബിംബങ്ങളോടാണ് ഭയങ്കരമായ അള്ളാഹിൻ്റെ ഒരു സൈഡിൽ എങ്ങനെ അവിടെ എങ്ങനെ ഉണ്ടെന്നും പറഞ്ഞാണ്ട് താല്പര്യക്കാരോടാണ്, ബിംബങ്ങളോടായിരുന്നു. അങ്ങനത്തെ ശിർക്കാ ചെയ്യണത്. അതാ ഞാൻ പറഞ്ഞത്, അതാണ് ശിർക്ക്. അതാണ് ഏറ്റവും വലിയ ദുൽമ്. ആ ശിർക്കിനെതിരെ തൗഹീദനായിട്ട് ലോകത്ത് വെച്ച് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് സൂറത്ത് ആൽ ഇംറാൻ. അല്ലാഹ് പറഞ്ഞു ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക്കൻ. ആദ്യമായിട്ട് അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനം മക്കയിലുള്ള ഭവനമാണ്. മുബാറക്കൻ, മുബാറക്കായത്, ഭയങ്കര ബർക്കത്തായത്. എത്ര ഇരട്ടിയാണ് കൂലി എന്നാ പറഞ്ഞിപ്പാജി? നമ്മളെ പള്ളീനെക്കാട്ടിലൊക്കെ 10,000 കോടിയാണ്. ലക്ഷമല്ല, ലക്ഷം എന്നാണ് റസൂൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 10,000 കോടി എന്നാണ്. പോയിൻ്റ് മനസ്സിലാണോ സബീറെ? ഇല്ലല്ലോ. ലക്ഷം എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ ലോകത്തിലെ എല്ലാ പള്ളിനേക്കാളും ലക്ഷത്തിയാണ്. അതിൽ മദീനത്തെ പള്ളിയില്ലേ? ഒരു പോയിൻ്റ് മനസ്സിലാക്കും. മദീനത്തെ പള്ളിനെക്കാട്ടിലും 1 ലക്ഷം. മദീനത്തെ പള്ളിക്ക് തന്നെ എത്ര ഉണ്ട്? ഈ പള്ളിനേക്കാൾ 10 ലക്ഷം ഉണ്ട്. എങ്ങനെ 10 ലക്ഷം ഉണ്ടാണ്? കാരണം മദീനത്തെ പള്ളി ലോകത്തിലെ എല്ലാ പള്ളിനേക്കാളും 1000 ഇരട്ടിയാണ്. അതിൽപ്പെട്ടൊരു പള്ളിയാണ് മസ്ജിദുൽ അഖ്സയിലുള്ള പള്ളി. ആ പള്ളിക്ക് സാധാ പള്ളിയേക്കാൾ 1000 ഇരട്ടി ഉണ്ട്. അതിനേക്കാളും 1000 ഇരട്ടി മദീനത്തെ പള്ളിക്കുണ്ട്. അപ്പോൾ ഈ പള്ളിനേക്കാൾ മദീനത്തെ പള്ളിക്ക് 1000 ഉള്ളോ? ബൈത്തുൽ മുഖദ്ദിസിനേക്കാൾ 1000 അല്ലേ? 1000 ഇരട്ടി. അപ്പോൾ ഈ പള്ളിനേക്കാൾ 1000 ഉണ്ടാവുള്ളൂ. 1000 എത്ര? 1000 എത്ര? എന്തൊരു കച്ചവടക്കാരനായി കണക്ക് കിട്ടണം. 1000 പൊട്ടൊന്ന് കിട്ടണ്ടേ? അത് നമുക്ക് വേഗം കിട്ടും. കാരണം ഹദീസിലൊക്കെ കുറേ വന്ന് അൽഫ് 1000 എന്ന് അൽഫു ഹസന എന്നൊക്കെയാണ് ഹദീസിൽ വന്നത്. എപ്പോഴാണെന്ന് അറിയാം സബീറെ? അങ്ങാടിക്കൊണ്ട് കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുമീതു വല കുല്ലു ഷൈഇൻ ഖദീർ. വേറെ ഹദീസിൽ യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുണ്ട്. ആ ദിക്ർ അങ്ങാടിക്ക് കയറുമ്പോൾ ചൊല്ലിയാൽ അവനക്ക് അൽഫ ഹസനത്താണ്. 1000 ഹസനത്തുകൾ അങ്ങാടിക്ക് കയറുമ്പോൾ വന്ന് ദിക്റിലാണെങ്കിൽ ഭയങ്കര ഔലി തന്നെയാണല്ലോ, ഭയങ്കര കൂലിയാണ്. അങ്ങനെ പല ഹദീസിനും അൽഫ് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ കണക്ക് ഞങ്ങൾക്ക് മനപ്പാടാണ്. 10 ലക്ഷമാണ്. 10 ലക്ഷമാണ്. അപ്പോൾ ഒരു സാധാ പള്ളിയേക്കാൾ മദീനത്തെ പള്ളിക്ക് എത്ര ഉണ്ട്? 10 ലക്ഷമുണ്ട്. മസ്ജിദുൽ അഖ്സനേക്കാൾ 1000. മസ്ജിദുൽ അഖ്സനേക്കാൾ മദീനത്തെ പള്ളിക്ക് 1000. മസ്ജിദുൽ അഖ്സക്ക് സാധാ പള്ളിയേക്കാൾ 1000. അപ്പോൾ സാധാ പള്ളിയേക്കാൾ മദീനത്തെ പള്ളിക്ക് 1000. 10 ലക്ഷം. ആ 10 ലക്ഷത്തേക്കാൾ 1 ലക്ഷം 10 ലക്ഷത്തേക്കാളെന്നല്ല, 10 ലക്ഷത്തിൽ പിന്നെ 1 ലക്ഷം കൂടെ ഗുണിക്കണം. അപ്പോൾ എത്ര ഉണ്ടാകുക? അതാണ് മസ്ജിദുൽ ഹറാമിൻ്റെ ബറക്കത്ത് മുഅ്മിനീങ്ങളെ. അവിടെ ഖുർആൻ ഓതിയാലും അവിടെ നിസ്കരിച്ചാലും ഒക്കെ അങ്ങനെ. ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. അവിടെ സുവ്യക്തമായ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്, പലതുണ്ട്. അതിലൊന്നാണ് മഖാമു ഇബ്രാഹിം.
എപ്പോഴും ഉണ്ടല്ലോ അവിടെ. ആ പള്ളി നിർമ്മാണത്തിന് ഉപയോഗിച്ച ഒരു കുതിരയായിട്ട് ഉപയോഗിച്ച കല്ലാണ്. ഇബ്രാഹിം ഇങ്ങനെ ചവിട്ടിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ചവിട്ടിയിട്ട് വരി ഇങ്ങനെ പൊന്തിനനുസരിച്ച് കല്ലും പൊന്താണ്. വലിയ ദൃഷ്ടാന്തമല്ല അവിടെ വെച്ച് കണ്ടില്ല നിങ്ങൾ. ആ ഇബ്രാഹിം മക്കാം ഒരു മുസല്ലയാക്കണമെന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോടൊരു നിർദ്ദേശം വെച്ചു. ഉടനെ അങ്ങനെ ആയത്തിറങ്ങി, ഇബ്രാഹിം മക്കാമ് നിങ്ങൾ മുസല്ലാക്കിക്കോളി. അതുകൊണ്ട് ഇബ്രാഹിം മക്കാമിൻ്റെ പുറകിൽ വെച്ച് മുമ്പിങ്ങൾ നിസ്കരിക്കാൻ തിരക്കാണ്. തോഫ് കഴിഞ്ഞാലൊക്കെ അതിൻ്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ നോക്കി. അവിടെ നിസ്കരിച്ചാലും മതി, വീടും. പക്ഷേ ഇബ്രാഹിം മക്കാമിൻ്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കാൻ ഭയങ്കര ഒരു തിരക്കാണ് അവിടെ. മനസ്സിലായോ? ആ വീട്ടിൽ നിന്ന്, ആ വിശുദ്ധ ഗേഹത്തിൽ നിന്ന്, ആ വിശുദ്ധ ഗേഹം ഏതൊരു ആദർശത്തിനു വേണ്ടിയും ആദർശത്തിൽ അനുസരിച്ചുള്ളൊരു അനുഷ്ഠാനങ്ങൾക്കും വേണ്ടിയാണോ നിർമ്മിക്കപ്പെട്ടത്, ആ ആദർശത്തിലും അനുഷ്ഠാനത്തിലും ഉള്ളവരെ പുറത്താക്കിയിട്ട് ഈ ശിർക്കിനോടെ കടത്തി കൂട്ടുകയാണ് അവർ ചെയ്യണത്. ആര് ചെയ്യണത്? മുശ്രിക്കുകൾ. ഓൽ അള്ളാഹുത്തല വെറുതെ വിടൂല എന്നാണ് ഇന്നലെ പറഞ്ഞത്. വിട്ടില്ല എന്നുള്ള ചരിത്രം നമ്മൾ കണ്ടും ചെയ്തു. ആണോ അപ്പോൾ ചരിത്രം? അവിടെ മുഅ്മിനീങ്ങളെ, ഇനി അതിനെ പറ്റിയുള്ള വിളംബരമാണ് ഞാൻ നാളെയാണ് പറയാം. ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. അള്ളാഹുത്തല അനുഗ്രഹിച്ചിട്ട് നമ്മൾ ആ ശിർക്ക് എന്ന ഘട്ടകാലത്ത് നിന്ന് നമ്മളൊക്കെ മുക്തരാണ്. അള്ളാഹുത്തല നമ്മളെ രക്ഷപ്പെടുത്തി. നമ്മൾ അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന മുവഹിദീങ്ങളാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഷിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് നമുക്കുണ്ടാകാം. ശൈത്താൻ അതിലൊക്കെ നമ്മളാണ് കൂക്കാൻ നോക്കുക. മറ്റൊരൊന്നും ഇപ്പോൾ ചെയ്താൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പിന്നാലൊന്നും ചെയ്താൻ പോകേണ്ട ആവശ്യമില്ല. ഷിർക്കുൽ അസ്ഗർ ഉണ്ടാകാൻ പാടില്ല. അതെന്താ ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ചെറിയ ശിർക്ക്. പിന്നെ ഞാനെപ്പോഴും സവാജിറിനെ പറ്റി പറയില്ല. ഇബ്നു ഹജർ തങ്ങളുടെ സവാജിർ എന്ന കിതാബിൽ ഒന്നാമത്തെ കുറ്റം, ഏറ്റവും വലിയ കുറ്റമായിട്ട് എണ്ണണത് ഷിർക്കിനെയാണ്. രണ്ടാമത്തെ ഇതിനെയാണ്, ലോകമാന്യം. ലോകമാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് കൂടെ പടപ്പുകളെ പങ്കുചേർക്കുകയാണ്. 5 ദിവസത്തിന് പള്ളിക്കൊക്കെ പോകും. എന്തിനാ പോകണത്? അള്ളാഹ്ക്ക് വേണ്ടി പോവുകയാണ്. പക്ഷെ ആളുകളൊക്കെ നല്ലൊരു മുത്തക്കിയെന്ന് പറയലോ ഒരു സുഖം അതുണ്ട്. അതിൻ്റെ പേരാണ് എന്തെന്നുള്ളത്? ലോകമാന്യം എന്നുള്ളത്. നമുക്കൊക്കെ ഉണ്ടാവും അത്. നമ്മൾ മലക്കളൊന്നും അല്ലല്ലോ. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നാളെ ഈ നിസ്കാരവും പിന്നെ ഈ ഹജ്ജും ദാനധർമ്മത്തിൻ്റെ കെട്ടൊക്കെ ആയിട്ട് മലക്കളാണ് ചൊല്ലും. മലക്കളും വലിയ പ്രതീക്ഷയിലാണ്, ഇവനും വലിയ പ്രതീക്ഷയിലാണ്. അല്ലാഹ് പറയും, ഇതൊന്നും എനിക്ക് വേണ്ട അറിയും. അകന സുറക്കായി, പാർട്ട്ണർമാരെ കൂടുതൽ ഏറ്റവും നല്ല മുന്തിയ ഐശ്വര്യവാനാണ് ഞാൻ. ഒക്കെ പാർട്ട്ണർമാർ എടുത്തോട്ടെ, എനിക്കൊത്ത പോയി വേണ്ടാന്ന്. എങ്ങനെയുണ്ട്? അല്ലാഹ് പറയും, ഒക്കെ കൂറാരെടുത്തോട്ടെ, എനിക്കൊരു പങ്കും വേണ്ട. ഏത്? ഈ നിസ്കാരം. അതാണ് സൂറത്ത് കഹ്ഫിൻ്റെ അവസാനത്തിൽ ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, നാളെ റബ്ബിൻ്റെ ലിഖാവിനെ പേടിക്കുന്ന ആളുകൾ ആരെങ്കിലുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, റബ്ബിൻ്റെ ഇബാദത്തിൽ ഒരുത്തനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. ഈ ആയത്തിറങ്ങിയത് സ്വഹാബത്താണ്. സ്വഹാബികൾ ആരോ ചെന്നിട്ട് ചോദിച്ചു നബിനോട്, ഞാൻ യുദ്ധത്തിനൊക്കെ പോകും, അള്ളാഹ്ക്ക് വേണ്ടിയാണ്, ഭയങ്കര വീര പോരാട്ടങ്ങളും ഒക്കെ നടത്തും. അപ്പോൾ ആളുകളിങ്ങനെ അതിങ്ങനെ വായിത്തും, അയാളുടെ ധീരത കണ്ടോ, അയാളെ ത്യാഗം കണ്ടില്ല, അത് നമുക്കൊരു രസമാണ്. അപ്പോൾ അത് നമുക്കൊരു ഉണ്ട് ഉദ്ദേശത്തിലേറെ. അപ്പറങ്ങിയ ആയത്താണ്. അത് നിസ്കരിക്കുമ്പോഴാണെങ്കിലും ഇത്തികാഫിനാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുമ്പം ചെറിയൊരു പങ്ക് ജനങ്ങൾക്കും വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഷിർക്ക്. 90% ആളുകളും അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. പറയലില്ല. മനുഷ്യന്മാരെന്താ പറയുക, മനുഷ്യന്മാരെന്താ വിചാരിച്ചു തന്നെയാണ് പറയലെന്നെ. എന്ത് പരിപാടി ഉണ്ടാക്കുകയാണെങ്കിലും മനുഷ്യന്മാരെന്തെങ്കിലും പറയില്ലേ? ഈമാനും മറിയില്ല യക്കൂനു തക്കാമല ഹത്ത യറാ നാസന്തി ബിലി മുസില. മനുഷ്യന്മാരൊക്കെ ഒരു ഒട്ടകത്തിൻ്റെ അതേ സ്ഥാനത്ത് കാണുമ്പോൾ ഒരുത്തൻ്റെ ഈമാൻ പൂർണ്ണമുള്ളൂ എന്നാണ്. ഒട്ടകങ്ങൾ എന്താ കേൾക്കുക, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്നാരും പറയല്ലോ. ഒട്ടകം എന്താ വിചാരിച്ചതെന്ന്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ സലാമത്താക്കട്ടെ. അങ്ങനെ കിബർ, ഹസദ്, ഇതൊക്കെയാണ് കൊല, വ്യഭിചാരം തുടങ്ങിയുള്ള പാപങ്ങളെക്കാളും വലിയ ഗുരുതരമായ പാപമായിട്ട് സവാജലിൽ എണ്ണുന്നത്. ഒന്ന് ഷിർക്ക്, നമ്മളീ പറഞ്ഞ അള്ളാഹിനോട് പങ്കു ചേർക്കുക. രണ്ടാമത്തെ ലോകമാന്യം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ലോകമാന്യവും കിബറും ഉജുബും ഹസദും ഒക്കെ
ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഏത് പറഞ്ഞത്, കൊല, വ്യഭിചാരമൊക്കെ ഇതിൽ പറയുന്നത്. അദ്ദേഹം പറയണത് ഹൃദയത്തിൻ്റെ ഈ രോഗങ്ങളാണ് ശരീരത്തിൻ്റെ ആ രോഗങ്ങളെക്കാട്ടിലും ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇനി ഞാൻ പറയല്ല, സലിമാൻ പറയുന്നുണ്ട്. ഇടോക്കി നമ്മളിപ്പോൾ നേരത്തെ ഇബ്രാഹിം നബിൻ്റെ വാക്ക് പറഞ്ഞില്ലേ, വജ്ജഹ്തു വജ്ഹിയല്ലദീ ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ, ഞാൻ അള്ളാഹിനെ കൊണ്ട് പങ്കു ചേർക്കുന്നവരിൽ പെട്ടവനല്ല എന്ന് പറയുമ്പോൾ ലോകമാനത്തിൻ്റെ വലിയ ലാഞ്ചനം എൻ്റെ മനസ്സിലുണ്ടോ എന്ന് ആലോചിച്ചോ. അതോടെ ഉണ്ടായിക്കൊണ്ട് ഞാൻ മുശ്രിക്കല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയില്ല. സലിമാൻ മെയ്യിൽ പറയണം, അള്ളാഹിനോട് ദ്വാരക്കുക എന്ന് ഇങ്ങനെ പടച്ചവൻ്റെ കൽബ് ശുദ്ധിയാക്കി തരണം പടച്ചവനെ എന്ന് പറയാം. അതിൽ ഒക്കെ പെട്ടു, അസൂയപ്പെട്ടു, കിബറ് പെട്ടു, ഇതൊക്കെ ഉണ്ട് നമുക്കൊക്കെ ഉണ്ട്. ഇല്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊന്നും മനുഷ്യന്മാർ ഒഴിവല്ലാന്ന് പ്രകടമാക്കഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അതിനെതിരെ നമ്മൾ യുദ്ധം ചെയ്യുക, അത് റിസ്കത്ത് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അതിന് ഒന്നാമത്തെ കാര്യം അള്ളാഹിനോട് ചോദിക്കുക, അല്ലാഹു മാതി നഫ്സി തഖ്വാഹ വസക്കിഹ അന്ത ഖൈറു മൻ സക്കാഹ അന്ത വലിയുഹ വ മൗലാഹ. ഇതാണ് റസൂലുള്ളാഹി പറയുന്നത്, എൻ്റെ കൽബിനെ ശുദ്ധിയാക്കി തന്നെ പഠിച്ചവനെ, നീയാണ് ശുദ്ധിയാക്കാൻ കഴിയുന്നവൻ. അന്ത ഖൈറു മൻ സക്കാഹ. ആ തസ്കിയത്തിൽ നല്ല കാമിലായ ഈമാൻ വേണം. ഈ വക പൈശാചിക കറകളൊന്നും ഉണ്ടാവരുതെന്നാണ് എൻ്റെ അർത്ഥം. അത് നല്ല ശ്രദ്ധയിലുണ്ടായിക്കോട്ടെ. ബാക്കി നമുക്ക് നാളെ പറയാം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, നോമ്പുകാരൻ്റെ സുന്നത്ത് കുറേ നമ്മൾ ഇന്ന് എണ്ണിയിരുന്നു, കുറേ സുന്നത്തുകൾ. അതിൽ എണ്ണം ബാക്കിയുള്ള സുന്നത്തുണ്ട്. ഈത്തിക്കാവിനെ വർദ്ധിപ്പിക്കുക എന്നുള്ള സുന്നത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ 100% എൻ്റെ ബോധ്യം. അങ്ങനെയാണ് പറഞ്ഞോ പറയുമ്പോൾ ഇത് തൊയ്ഫയാണ്, ഇബ്നു ഹജർ തങ്ങളെ തൊയ്ഫയാണ്. ഇതിൽ പറയുന്ന ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. ഇന്നത് വളരെ പ്രസക്തമാണ്. ഞാൻ ഇന്നത്തേക്ക് വെച്ചതാണ് അതെന്ന് പറയാതെ. ഇത്തികാഫ് വർദ്ധിപ്പിക്കൽ നോമ്പുകാരന് പൊതുവേ സുന്നത്ത. റമദാൻ 1 ദിവസം ഇപ്പോൾ എല്ലാവരും ഇത്തികാഫ് എഴുതിയിട്ടില്ലേ? എപ്പോൾ പള്ളി കയറി ഇത്തികാഫ് എഴുതിയോളി. ഇനി ഇതിൽ പറഞ്ഞ നല്ലൊന്ന് ശ്രദ്ധിച്ചോളി. ഫീഹി കതീറൻ, റമദാൻ മാസത്തിൽ അധികം ഇത്തികാഫ് ഇരിക്കൽ സുന്നത്താണ്. ലി അന്നഹു അഖ്റബു ലി സൗനി നഫ്സി, അത് ഇത്തികാഫ് എന്ന് പറയുന്നത് നഫ്സിനെ കാക്കാൻ ഏറ്റവും നല്ലതാണ്. ഇബാദത്തി, ഇബാദത്തിലേക്ക് നഫ്സ് കണ്ട് നല്ലോണം കണ്ട് ഒഴിഞ്ഞു കെട്ടാനേ അല്ലാഹു തആല അങ്ങനെയാണ് പറയുന്നത്. ഇബ്നു ആദം തഫറുഗ ലി ഇബാദത്തി, എൻ്റെ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞാണ് വാ, നാസുദ്ധ ഫഖറക, നിൻ്റെ ദാരിദ്ര്യമൊക്കെ ഞാൻ എനിക്ക് മാറ്റിത്തരും. ഇബാദത്തിനായിട്ട് ഇങ്ങോട്ട് ഒഴിഞ്ഞ് നിൽക്കണം. മൈശത്ത് വേണ്ടെന്നല്ല, ഇബാദത്തിൻ്റെ സമയത്ത് അങ്ങനെ ആയിരിക്കണം. ഈ മാസം ഇബാദത്തിനുള്ള മാസമാണ്. അപ്പം നല്ലോണം ഈത്തിക്കാഫ് ഇരിക്കണം. ഈത്തിക്കാഫ് നഫ്സിനെ കാക്കാനും, കാരണം പള്ളിയിൽ നിന്ന് തെറ്റായ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. മ്യൂസിക് കേൾക്കൂല, പിന്നെ ഗീബത്തുറയിലുണ്ടാവില്ല, നമീമത്തുറയിലുണ്ടാവില്ല, എന്തെങ്കിലും ഖുർആൻ ഓതണോ അതൊക്കെ കേൾക്കുള്ളൂ. പള്ളിക്ക് പോരുമ്പോൾ തന്നെ മോമിനിങ്ങളെ പരലോക ചിന്തയായിരിക്കണം, അള്ളാൻ്റെ മാത്തത്തിലായിരിക്കണം ആലോചന. കച്ചവടം കാര്യമൊന്നും ആലോചിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ. വീട്ടിൽ നിന്ന് ഒതു ചെയ്ത് ബിസ്മില്ലാ തവക്കൽത്തുള്ളതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു വജ്അൽ ഫീ ഖൽബി നൂറ എന്നുള്ള ദിക്റൊക്കെ ചൊല്ലിയിട്ട് പിന്നെ അങ്ങനെ പോരുമ്പോൾ ദിക്ർ ചെല്ലുക, പിന്നെ അള്ളാനെ ഓർക്കുക, അള്ളാൻ്റെ മഹത്വങ്ങൾ ഓർക്കുക, പരലോക ചിന്ത ഉണ്ടാകുക. കച്ചവടവും കാര്യങ്ങളും അപ്പോൾ കണക്കൂട്ടരുത്. പള്ളിയിൽ പോരുമ്പോൾ കണക്കൂട്ടി പോരുത്. അതിന് മര്യാദ എങ്ങനെയാണ്? ഇതൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ലേ ഫലാ യുഷബിക്കന്ന, എന്തുകൊണ്ട് ഇത് കറാഹത്താണ് പള്ളിക്ക് വരുമ്പോൾ. പിന്നെ പള്ളീൻ്റെ ഉള്ളിലത്തെ കാര്യം പറയണോ? പള്ളീൻ്റെ ഉള്ളിൽ ഇങ്ങനെ അള്ളാഹ് എന്നുള്ള ചിന്തയിൽ ഞാൻ ഇപ്പോൾ അള്ളാൻ്റെ ആരാണ് പള്ളിയിൽ ആരാണ് അതിഥിയാണ്. അള്ളാഹ് ആതിഥേയനാണ്. അള്ളാൻ്റെ വീടല്ലേ. ഹക്കുനൽ മസൂരിയ യുക്കിമ സായിറോ, അള്ളാൻ്റെ അതിഥിയാണ്. അങ്ങനെ അള്ളാഹു തആലാനെ കൊണ്ട് ഇങ്ങനെ ഒരു ഈനാസ് ഉണ്ടായി പരിശീലിക്കുക എന്നുള്ളതാണ് ഇത്തികാഫിൻ്റെ ഒരു സംഗതി. പെണ്ണുങ്ങളില്ല, കുട്ടികളില്ല, ഓലൊക്കെ ഒഴിവാക്കിയിട്ടല്ലേ പള്ളി വന്ന് ഇത്തികാർ വീണ്. 10 ദിവസം റസൂലുള്ളാഹി ഇരുന്നിട്ടാണ്. സദ്ദ മീസറോ, തുണി മുറുക്കിയെടുക്കുന്ന പറഞ്ഞാൽ സംയോഗമൊന്നും ഉണ്ടാവില്ല. ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടൊന്നും ഈ 10 ഒന്നുമില്ല. പിന്നെ ആരാളുള്ളത്? അള്ളാഹ്. നമ്മൾ തൊട്ടടുത്തുള്ള ഒരു അള്ളാഹുണ്ടല്ലോ. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് വലഖദ് ഖലഖനൽ ഇൻസാന, മനുഷ്യനെ നാം പഠിച്ചത് വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യൻ്റെ മനസ്സിൻ്റെ മനനങ്ങൾ പോലും അറിയുമാറാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യൻ്റെ ജീവനാടിയേക്കാളും നാം മനുഷ്യനിലേക്ക് അടുത്താണ് എന്നൊരു അള്ളാഹുണ്ടല്ലോ. ആ അടുത്തുള്ള അള്ളാൻ്റെ ഒപ്പം ഇങ്ങനെ കുത്തിരിക്കാണ് പള്ളി. അള്ളാൻ്റെ വീട്ടിൽ അള്ളാൻ്റെ അതിഥിയായി.
അത് ഖബറിലേക്കുള്ള ഏറ്റവും വലിയ ഒരു പരിശീലനമാണെന്നാണ് ഇമാമികൾ അതിനെ പറ്റി പറയുന്നത്. ഖബറിൽ നമുക്ക് ആരേ ഉണ്ടാവുള്ളൂ? അള്ള മാത്രമേ ഉണ്ടാവുള്ളൂ. മൈതസ്കാരത്തിൽ നിമിതങ്ങൾ ചെയ്ത ദുആ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നഹു നസല ബിക, അള്ളാഹുവേ ഇവൻ ഇപ്പോൾ നിൻ്റെ അതിഥിയായി വന്നിരിക്കുകയാണ്. വഅന്ത ഖൈറു മൻസൂലിൻ ബിഹി. അതിന് മുമ്പ് പറയുന്നത് എങ്ങനെയാണ്? ഇന്നഹു ഖറജ മിൻ റഹി ദുനിയ, ദുനിയാവിൻ്റെ റാഹത്തിൽ നിന്നും വസഹത്തിയ വിശാലതയിൽ നിന്നും വമഹബൂബിഹി വ അഹിബ്ബായിഹി ഫിയ, അവൻ്റെ ഉറ്റവരും ഉടയവരുമായി ദുനിയാവിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരിൽ നിന്നൊക്കെ പുറപ്പെട്ട് ഇലാ ദുൽമത്തിൽ ഖബരി, ഖബറിൻ്റെ ഇരുട്ടിലേക്ക്. മൈതസ്കാരത്തിലുള്ളത് വേണം. നിങ്ങൾ വരയ്ക്കലുണ്ടോ എനിക്കറിയില്ല, സുന്നത്താണ്. ഞപക ഇന്നോ നസല ബിക, ഇവൻ ഇപ്പം നിൻ്റെ അതിഥിയാണ് പഠിച്ചവനെ. വഅന്ത ഖൈറു മൻസൂലിൻ ബിഹി, നീ ആതിഥേയനുമാണ്. അതാണ് ഖബറിൽ, അതാണ് ഇത്തികാഫിലും, അതാണ് ഇത്തികാഫ്. ആ ഇത്തികാഫ് ഒരു ദിവസം ഒരാൾ ഇത്തികാഫ് ഇരുന്നാൽ, മനിത്തകഫ യൗമൻ, ഒരു ദിവസം അങ്ങനെ ഒരാൾ പള്ളിയിൽ ഇത്തികാഫ് ഇരുന്നാൽ, ജഅലല്ലാഹു ബൈനഹു ബൈനൻ നാരി, അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ അള്ളാഹു തആല സലാസത ഖനാദിക, 3 കിടങ്ങുകളെ ആക്കും. അവത് മിമാ ബൈനുൽ ഖാഫിഖൈനി, ഉദയാസ്തമയ സ്ഥാനങ്ങൾക്കിടയിലുള്ളതിനേക്കാളും വിദൂരമായിട്ടുള്ള, മശ്രിക്ക് മഗ്രിബിൻ്റെ ഇടയിലുള്ളതിനേക്കാളും ദൂരമുള്ള 3 കിടങ്ങ് ഇവൻ്റെ നരകത്തിൻ്റെ ഇടയിൽ വന്നാൽ പിന്നെ എങ്ങനെ നരകത്ത് കിടക്കല്? അതിനൊരു ദിവസം ഇത്തികാഫ് ഇരുന്നാൽ മതി. ഒരു ദിവസം 24 മണിക്കൂർ ഇങ്ങനെ എന്നും പാടായിട്ടല്ല, നിരന്തരം 24 മണിക്കൂർ. ചിലർക്കൊന്ന് ചിന്തിക്കാൻ തന്നെ കഴിയില്ല. നിസ്കാരത്തിന് തന്നെ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ പോയാൽ മതി. 5 നേരത്തെ ഒന്നാലും ക്ഷമ ഇട്ടാത്ത മതി, മോമിനികളൊക്കെ ഉണ്ടാവും. പിന്നെ ഒക്കെ ബുക്കുന്നുണ്ട് വെച്ചോ നോക്കണ്ടേ? പത്തീസേ അൽ മുഅ്തകിഫു യഅ്തകിഫുൽ ഖതായ, ഈതികാഫ് ഇരിക്കുന്നവൻ തൻ്റെ പാപങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പൊറുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വയുജ്റാ ലഹു മിനൽ ഹസനാത്തി കആമിൽ ഹസനാത്തി കുല്ലിയ, എല്ലാ ഹസനത്തും ചെയ്യുന്നവന്മാർക്ക് ഓനക്ക് ഹസനാത്ത് ഇങ്ങനെ എഴുതപ്പെടും ചെയ്യും. കാരണം ഈതികാഫ് ഇരിക്കൽ കാരണമായിട്ട് അവന് മരിച്ചെടുത്ത് പോകാൻ വെച്ചാൽ, മയ്യിദിനും പോകാൻ വെച്ചാൽ, പലതും വെയ്യല്ലോ, പല പണിക്കും വെയ്യല്ലോ, അതൊക്കെ അവനക്ക് ഇവിടെ എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും. അള്ളാൻ്റെ വീട്ടിൽ അള്ളാൻ്റെ അതിഥിയായിട്ടിരിക്കുകയാണ്. ആ ഈത്തിക്കാഫ് കേട്ടോളി ഫീ കസീറൻ ലിഅന്നഹു അഖറബു ലിസൗനി നഫ്സി, നഫ്സിനെ കാക്കാൻ ഏറ്റവും നല്ലതാണ്. വതഫറുഹാ ലിലിബാദി, ഇബാദത്തിലേക്ക് കൊണ്ട് ലയിക്കാനും അത് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞിട്ട് പറയാണ്. ഇത് റസൂൽ കരീം ലാ സീമ ഫിൽ അശ്റിൽ അവാഖിരി മിന്നു, ഇങ്ങോട്ട് അവസാനത്തെ 10 വിശേഷമാണ്. ലാ സീമ, പ്രത്യേകിച്ചും, തുല്യതല്ല എന്നാണ്. ഫിൽ അശ്റിൽ അവാഖിരി, റമദാൻ്റെ അവസാനത്തെ 10 ഇത് ചെയ്യുന്നതിൻ്റെ തുല്യത വേറെ എവിടെയില്ല. അത് പ്രത്യേകിച്ചുമാണ് അവസാനത്തെ 10. എന്തുകൊണ്ടെന്നാൽ ഫയുത്ത അക്കതുലഹു, അപ്പോൾ അവന് മുടുക്കമായ സുന്നത്താണ് ഇഖ്താർ സലാസത്തിൽ മദ്കുറത്തി, ഈ 3 കാര്യങ്ങൾ അവിടെ വർദ്ധിപ്പിക്കൽ. ലിൽ ഇത്തിബായി, റസൂലുള്ളാഹിനെ പിൻപറ്റാൻ വേണ്ടി റസൂലുള്ളാഹി ചെയ്തു. ഏത് ചെയ്തു? ഈ 3 കാര്യങ്ങൾ: ഖുർആൻ വർദ്ധിപ്പിക്കുക, സ്വതക്ക വർദ്ധിപ്പിക്കുക, ഇത്തികാഫ് വർദ്ധിപ്പിക്കുക. റജാ മുസാദഫത്തി ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദറിനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷിച്ചതിന് വേണ്ടിയാണ്. ലൈലത്തുൽ ഖദർ എന്തായാലും ഷാഫി ഇമാമൊക്കെ പറഞ്ഞത് ഈ അവസാനത്തെ 10-ലാണ്. 27 ഉറപ്പിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. 27 21 3 ഒക്കെ ആവാം. 27 നമ്മൾ ഉറപ്പിച്ചതാണ്. അതൊക്കെ അവിടെ അവ്യക്തമാക്കി വെച്ചിരിക്കുകയാണ്. അത് എന്നും പരിശ്രമിച്ചോളൂ വെച്ചിട്ടേ, എന്ന് വെച്ചാൽ 10 ദിവസമേ. ഇങ്ങോട്ട് എന്താ സുന്നത്ത് നിങ്ങൾക്ക് അറിയോ? കേട്ടോളി, ഞാൻ വായിക്കണ തൊഴുഫിൽ ഷർവാനി എന്ന അതിൻ്റെ വ്യാഖ്യാനമാണ് വായിക്കണത്. കേട്ടോ, വയസ്സന്നു സുന്നത്താണ് ഐ യംകുസ മുഅ്തകിഫൻ, ഈതികാഫിലായിട്ട് നിലകൊള്ളൽ ഇലാ സ്വലാത്തിൽ, ഈ പെരുന്നാൾ നിസ്കാരം വരെ. ഖബല ദുഹൂൽ അശ്രി, ഈ 10 കടക്കുന്നതിന് മുമ്പ് തന്നെ ഈതികാഫ് തുടങ്ങും വേണം. 10 തുടങ്ങൽ ഇപ്പോൾ നാളെ മഗ്‌രിബിനാണ് നമുക്കൊക്കെ. അപ്പോൾ നാളെ മഗ്‌രിബിൻ്റെ ദിവസമല്ല, നാളെ അസ്റിൻ്റെ ദിവസം തന്നെ പോയിട്ട് തുടങ്ങണം. ഇതാണ് അമല്. വേണമെങ്കിൽ മനസ്സിലാക്കുള്ളൂ, പറഞ്ഞൊന്നുമില്ല എന്ന് പറയരുത്. ഇതാരും പറഞ്ഞിട്ടൊന്നുമില്ല എന്നൊക്കെ ചിലരൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയും. എന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ആയാതി വർത്താനം പറയരുത്. ഒരു നീയത്തോടെ വെച്ചോളൂ, അതൊക്കെ ചെയ്യണം, ഇത് ചെയ്യാനുള്ള അമലാണ്, ഞാൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. നമുക്ക് അള്ളാഹിനോടൊന്ന് ഒരു ദുആ ചെയ്തോളി, അള്ളാഹ് എളുപ്പമാക്കി തരും. എളുപ്പമാക്കൽ